ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഗോസ്പൽ TV ചാനലിലൂടെ നിങ്ങളുടെ അടുക്കൽ വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മഹാമാരിയാലും മറ്റു പലതരത്തിലുള്ള അപകടങ്ങളാലും ആപത്തുകൾ അനർത്ഥങ്ങളാലും ഈ ലോകം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ദൈവം നമ്മെ സുരക്ഷിതമായി അതത് സ്ഥാനങ്ങളിൽ ദൈവം നമ്മെ കരുതുന്നതിനെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് സർവശക്തിയുള്ള ദൈവമാണ്. അങ്ങേപ്പോലെ പറയാൻ ആരുമില്ല. അവിടെ നിന്ന് മാത്രമേ പാപമോചനം തരാൻ കഴിയൂ. അവിടെ നിന്ന് മാത്രമേ യഥാർത്ഥ സമാധാനം സന്തോഷം തരാൻ കഴിയൂ. അവിടെ നിന്ന് മാത്രമേ രോഗസൗഖ്യം തരാൻ കഴിയൂ. അവിടെ നിന്ന് മാത്രമേ ഞങ്ങൾക്ക് നിത്യജീവൻ സ്വർഗരാജ്യം തരാൻ കഴിയൂ. അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. അവിടുത്തെ ശക്തിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അങ്ങ് മരിച്ചുപോയ ദൈവമല്ല, അങ്ങ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണ്. അങ്ങ് ഞങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്നു, ഏറ്റവും വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അല്പസമയം അങ്ങയുടെ സന്നിധിയിൽ ദൈവവചനം ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആവശ്യമായ സന്ദേശം തരണം. കേൾക്കുന്ന എല്ലാ മക്കൾക്കും വിടുതലാകണം. പല സ്ഥലങ്ങളിലിരുന്ന് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് കർത്താവ് ആത്മസന്തോഷമാകണം. അവർക്ക് പാപമോചനം കൊടുക്കണം. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യമാക്കണം. സമാധാനമില്ലാത്തവർക്ക് സമാധാനം ആകണം. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കണം. ദൂരെയും ചാരയിരുന്ന് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഇതൊരു ബ്ലസ്സിംഗ് ആക്കി തീർക്കണം. പരിശുദ്ധാത്മവാടിയെ ഉപയോഗിക്കണം. യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം. പരിശുദ്ധനായ പരമപിതാവേ, ആമേൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ശിംശോൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം, മിദ്യാനിയർ ഇസ്രായേൽ ജനങ്ങളെ വാണിരുന്നു. പിന്നീട് ഫിലിസ്ത്യരും. കാരണം അവർ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ വഴിവിട്ടുപോയി. ദൈവത്തിൻ്റെ കൽപ്പനകൾ അവർ അനുസരിച്ചില്ല. അവർ ജാതികളുമായി ഇണയെല്ലാപ്പിണ കൂടി. അവർ വിഗ്രഹാരാധനയിലേക്ക് അവർ കടന്നുപോയി. ദൈവത്തെ മറന്ന് പലതരത്തിലുള്ള പാപത്തിന് അടിമപ്പെട്ടു. ആയതുകൊണ്ട് യഹോവയായ ദൈവം അവരെ വീക്ഷിച്ചു. അവർ പലതരത്തിലുള്ള ഞെരുക്കങ്ങളിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും കടന്നു പോകേണ്ടി വന്നു. മിദ്യാനിയർ അവരെ ഭരിച്ചു. ആ കാലഘട്ടങ്ങളിലൊക്കെ പല ന്യായാധിപന്മാരും കടന്നു വന്നു. എന്നാൽ ശേഷം ഇവിടെ 40 വർഷം ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ഫെലിസ്ത്യർ അവരെല്ലാ വിധത്തിലും ഞെരുക്കി. ഒരു ഭാഗത്ത് മിദ്യാനിയരാണെങ്കിൽ മറുഭാഗത്ത് ഫെലിസ്ത്യർ അവരെ ഞെരുക്കി. അവരുടെ വസ്തുവകകൾ നശിപ്പിച്ചു, ധാന്യങ്ങൾ നശിപ്പിച്ചു. യാതൊരുവിധ സ്വാതന്ത്ര്യമില്ലാതെ ഇസ്രായേൽ ജനം കടന്നു പോകുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം ദൈവം ഒരു കുടുംബത്തെ തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ദാൻ ഗോത്രത്തിൽ ഉള്ളവനായ ഒരു മനോഹയെ നമുക്ക് കാണാൻ കഴിയും. സോരത്തിനായ ഒരു പുരുഷനുണ്ടായിരുന്നു. അവന് മനോഹ എന്ന പേർ. അവൻ്റെ ഭാര്യ മച്ചിയായിരുന്നു എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം അവിടെ മേൽ വരികയാണ്. ദൈവം അവരെ തിരഞ്ഞെടുക്കുകയാണ്. മനോഹയുടെ ഭാര്യയോട് പറയുകയാണ്, ഒരു ദൂതൻ വന്നിട്ട് പറയുകയാണ്, നീ ഒരു മകനെ പ്രസവിക്കും. അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാസീർ വ്രതക്കാരനായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാസീർ വ്രതക്കാരൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയും. സംഖ്യാപുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ യഹോവയ്ക്ക് തന്നെ സമർപ്പിക്കേണ്ടതിന് നാസിർ വ്രതം എന്ന വിശേഷ ഉള്ള വ്രതം ദീക്ഷിക്കണം. വീഞ്ഞും മദ്യവും വർജിക്കണം. വീഞ്ഞിൻ്റെ കാടിയും മദ്യത്തിൻ്റെ കാടിയും കുടിക്കരുത്. മുന്തിരിപ്പഴത്തിൻ്റെ യാതൊരു രസവും കുടിക്കരുത്. മുന്തിരിങ്ങ പഴുത്തതാകട്ടെ ഉണങ്ങിയതാകട്ടെ തിന്നുകയും അരുത്. തൻ്റെ നാസിർ വ്രതകാലത്ത് ഒക്കെയും കുരുതൊട്ട് തൊരി വരെ
മുന്തിരിങ്ങ കൊണ്ട് ഉണ്ടാക്കുന്നത് ഒന്നും അവൻ തിന്നരുത്. നാസിർ വ്രതകാലത്തൊക്കെയും ക്ഷൗരക്കത്തി അവൻ്റെ തലയിൽ തുടരുത്. യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലം തികയോളം അവൻ വിശുദ്ധനായിരിക്കണം. തലമുടി വളർത്തണം. ഇതെല്ലാമായിരുന്നു ഒരു നാസിർ വ്രതക്കാരൻ അനുഷ്ഠിക്കേണ്ടത്. എന്നാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പൈതൽ ഉണ്ടാകുമെന്ന് മനോഹയുടെ ഭാര്യയോട് ദൈവത്തിൻ്റെ ദൂതൻ അരുളി ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അപ്രകാരം സംഭവിക്കുകയാണ്. അപ്രകാരം ദൈവത്താൽ നിയോഗമായ ഒരു പൈതല് മനോഹയുടെ കുടുംബത്തിൽ ജനിക്കുകയാണ്. അവന് ദൈവം പറഞ്ഞ പോലെ ശിംശോൻ എന്ന് പേരിടുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവൻ്റെ മേലുണ്ടായിരുന്നു. ദൈവ നിയോഗമുള്ള പൈതലാണല്ലോ. ഇവിടെ അവൻ ദൈവ നിയോഗപ്രകാരം അവൻ നിന്നാൽ ദൈവം അവനെ ഒരു ന്യായാധിപൻ മാത്രമല്ല, ഒരു സർവ്വസൈന്യാധിപനും എല്ലാവിധത്തിലും ദൈവത്താൽ ശ്രേഷ്ഠനാക്കി മാറ്റും. ആ അവസ്ഥയിൽ ദൈവം അവനെ തിരഞ്ഞെടുത്തു. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താ? അവൻ ജാതികളുമായി ഇണയില്ലാപ്പിട കൂടി. അവൻ ദൈവഹിതപ്രകാരമല്ലാത്ത അവൻ നാസീർ വ്രതം ഒക്കെ അവൻ അലക്ഷ്യമാക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ഒന്നാമതായിട്ട് നാം ഈ ശിംശോനെ പറ്റി ചിന്തിക്കുമ്പോൾ അവൻ ജഡീക വികാരങ്ങൾക്ക് അടിമപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ജഡീക വികാരങ്ങൾക്ക് അവൻ അടിമപ്പെട്ടു. അവൻ്റെ യൗവനത്തിൽ തന്നെ അവൻ തെറ്റിപ്പോയി. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ അതിൻ്റെ 14-ാം അധ്യായം പഠിക്കുമ്പോൾ അതിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. അനന്തരം ശിംശോൻ തിമ്നയിലേക്ക് ചെന്നു. തിമ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടു എന്ന അവൻ ജാതികളുമായി ഇണയില്ലാ പിണ കൂടി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവഹിതപ്രകാരം ജീവിക്കുന്നത് തുടക്കം മുതലേ അവൻ വിട്ടുകളഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ ഒന്നാമതായിട്ട് അവൻ തിമ്നയിൽ ചെന്നു ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടു. അവളെ സ്നേഹിക്കുകയാണ്. അവളെ ഭാര്യയായിട്ട് എടുക്കാൻ വേണ്ടി അവൻ ആ അപ്പനെയും അമ്മയെയും സമീപിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അവരും ആ ആലോചനയ്ക്ക് അവൻ്റെ കൂടെ സഹകരിക്കേണ്ടി വന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. 9-ാം വാക്യം, അത് അവൻ കയ്യിൽ അവൻ എന്ത് ചെയ്തു? അവൻ അപ്പനും അമ്മയോടും പറയുകയാണ്. അപ്പനും അമ്മയും അവരോട് സഹകരിക്കുക മാത്രമല്ല, അവൻ പലതരത്തിൽ അവൻ പോകുന്ന വഴിയിലൊക്കെ അവനൊരു സിംഹത്തെ കൊല്ലുന്നതും അതിൻ്റെ അപ്പനും അമ്മയായിട്ടും അവൻ മടങ്ങി രണ്ടാമത് പോകുമ്പോൾ അവനെന്താ സംഭവിക്കുന്നത്? അതിൻ്റെ ഉടലിൽ നിന്നുള്ള തേൻ എടുത്ത് ഉടലിൽ വന്നുകൂടിയതായ ഒരു തേനീച്ച അതിൽ നിന്ന് തേനെടുത്ത് പാരൻസുമായിട്ട് അവൻ ആസ്വദിക്കുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അവൻ പലതരത്തിലൊക്കെ അവൻ ദൈവവുമായുള്ള ബന്ധത്തിൽ അവൻ വിട്ടുപോയി. അവൻ ഭാര്യ വീട്ടിൽ ചെന്നു. അവൻ എന്ത് ചെയ്തു? അവൻ കടങ്കഥ പറഞ്ഞ് അവരുമായിട്ട് രസിക്കുന്ന ഒരനുഭവം നമുക്ക് കാണാൻ കഴിയുന്നു. കടങ്കഥ വീട്ടുക എന്ന വിഷയം വന്നപ്പോൾ തന്നെ ഭാര്യ അവിശ്വസ്തയായിട്ട് തീരുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നു. ഭാര്യ അവിശ്വസ്തതയിലേക്ക് കടന്നുപോയി. ഭാര്യ യവൻ്റെ അടുക്കൽ വന്ന് ഈ കടങ്കഥ വിടണം, എൻ്റെ ചേട്ടൻ ഫെലിസ്ത്യരുമായി ഒരു കടങ്കഥ പറഞ്ഞല്ലോ, അത് എന്താണ് എന്നറിയുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? അവനെ മയക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ഒടുവിൽ അവൻ ഭാര്യയോട് ആ രഹസ്യം പറയുന്നു. ഭാര്യയോട് ആ രഹസ്യം പറയുകയും അവർ ചെന്ന് എന്ത് ചെയ്യാണ്? ഈ ഫെലിസ്ത്യരോട് പറയുകയാണ്. അങ്ങനെ തന്നെ അവൻ അവരെ എന്ത് ചെയ്യാണ്? ഈ കടം വീട്ടുന്നതിന് വേണ്ടി ഈ ഫെലിസ്ത്യരോട് അവൻ കടങ്കഥ പറഞ്ഞ കാര്യം അവൻ അതുപോലെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് തുടക്കം മുതലേ അവൻ പരാജയപ്പെട്ടു എന്ന് കാണാൻ കഴിയുന്നു. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അടുത്ത് കാണാൻ കഴിയുന്ന അവൻ ഗസ്സയിലേക്ക് ചെല്ലുകയാണ്. ശിംശോൻ ഗസ്സയിലേക്ക് ചെന്നു. അവിടെ ഒരു വേശ്യയെ കണ്ടു എന്ന് അവിടെ കാണാൻ കഴിയുന്നത്. അവൻ ഒരു വേശ്യയുമായിട്ട് ജീവിക്കുകയാണ്. രണ്ടാമത് അവൻ ഒരു വേശ്യയുമായിട്ട് ജീവിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ പട്ടണവാതിക്കൽ പതിയിരുന്നു. നേരം വെളുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഫെലിസ്ത്യര് ഇവനെ കൊന്നുകളയാൻ വേണ്ടി ഒക്കെ ആയിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവനെ കൊന്നുകളയാമെന്ന് ആശിച്ചുകൊണ്ട് ഫെലിസ്ത്യരൊക്കെ ആയിരിക്കുമ്പോൾ ഇവൻ രാത്രിയിൽ എന്ത് ചെയ്യുന്നു? എൻ്റെ 3-ാം വാക്യം, അവൻ പട്ടണവാതിൻ്റെ കതകും കട്ടിളക്കാൽ 2ഉം ഓടാമ്പലോടുകൂടെ പറിച്ചെടുത്തു ചുമരിൽ വെച്ച് പുറപ്പെട്ടു ഗബ്രോവിനെതിരെയുള്ള മലമുകളിൽ കൊണ്ടുപോയി വെച്ചു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവൻ പലതരത്തിൽ എന്ത് ചെയ്യുന്നു? ഇവൻ പലതരത്തിലായിരിക്കുകയാണ്. 3-ാമതായിട്ട് കാണാൻ കഴിയുന്നത് എന്താ? അവൻ അടുത്ത് 16-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം, അതിനുശേഷം അവൻ സോരക്ക് താഴ്വരയിൽ ദലീല എന്ന പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു എന്ന്. ഹല്ലേലൂയ. 1 അല്ല 2 അല്ല
ഇവൻ മൂന്നാമത് ഒരു സ്ത്രീയെ സ്നേഹിക്കുകയാണ്. അവളും ഒരു വേശ്യ. ഈ ദലീല എന്ന് പറയുന്നവൾ ഒരു വേശ്യയാണ്. എന്ത് ചെയ്തു? ഇത് മനസ്സിലാക്കിയ പരിസ്ഥ പ്രഭുക്കന്മാർ അവരുടെ അടുക്കൽ ചെന്ന് അവനെ വശീകരിക്കാനുള്ള തന്ത്രങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നമുക്ക് ഇവൻ്റെ ജഡീക വികാരങ്ങൾക്ക് ഇവൻ അടിമപ്പെട്ടു പോയി എന്ന് നമുക്ക് ശിംശോനെ കാണാൻ കഴിയുന്നു. ജഡീക വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോയി. നാം ഓർക്കുക പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ ദൈവസന്നിധിയിൽ പലപ്പോഴും തീരുമാനങ്ങൾ എടുത്തവരാണ്. ദൈവസന്നിധിയിൽ നമ്മൾ ജീവിക്കും എന്നൊക്കെ നമ്മൾ ദൈവവുമായുള്ള നല്ല ബന്ധത്തിൽ, നല്ല മനസ്സാക്ഷിയിൽ വന്നതാണ്. പലപ്പോഴും ഇതെല്ലാം എപ്പോഴും ഈ ആരാധനയിൽ ഇരിക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള ജഡീക അവസ്ഥകളിൽ മനുഷ്യൻ വശംബദനായി വീഴുകയാണ്. ആരാധന കഴിഞ്ഞിറങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു? എന്താ സംഭവിക്കുന്നത്? അവൻ്റെ ജഡപാപങ്ങൾക്ക് അവൻ അടിയപ്പെടുകയാണ്. ഗലാത്യർക്ക് ലേഖനത്തിൽ വരുമ്പോൾ പക, പിണക്കം, ജാരസംഘം, ക്രോധം, ശാഠ്യം, ദുന്നപക്ഷം, അസൂയ, വെറിക്കൂത്ത്, ഭിന്നത, മദ്യപാനം, ഇങ്ങനെയുള്ള അവൻ ജഡത്തിന്റെ പ്രവൃത്തികളിൽ മനുഷ്യൻ വീഴുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ഇവിടെ ശിംശോൻ എന്ത് ചെയ്യുന്നു? അവൻ ജഡീക പാവങ്ങളെല്ലാം അവൻ വീഴുകയാണ്. തൻ്റെ തെറ്റുകളെ അവൻ ന്യായീകരിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് 15-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു എന്ന് അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞു ചണനൂല് പോലെ ആയി. അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ദൈവപ്രകാരം അവൻ ജീവിച്ചിരുന്നെങ്കിൽ ദൈവം അവനെ എത്രമാത്രം അവനെ ഉപയോഗിക്കുമായിരുന്നു. ഇതാ കാര്യസാധ്യത്തിന് വേണ്ടി അവൻ ആഗ്രഹിക്കുമ്പോഴും ദൈവാത്മാവ് അവൻ്റെ മേൽ വരികയാണ്. പലപ്പോഴും ഇന്ന് ക്രിസ്ത്യാനിയുടെ ഒരു പരാജയം എന്ന് പറയുന്ന ഇതാണ്. ദൈവഹിതപ്രകാരം ജീവിക്കുന്നതിന് വേണ്ടി അവൻ ഒരു കാലത്തുണ്ടായിരുന്ന പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുകയാണ്. ദൈവാത്മാവ് ദൈവാത്മാവ് വന്നപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ കുന്നൊന്ന്, കുന്ന് രണ്ട്. ഇവിടെ കാണാൻ കഴിയുന്ന എന്താ? ദൈവാത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ അവൻ കഴുതയുടെ ഒരു പച്ച താടിയെല്ല് കൊണ്ട് ഇവൻ 1000 ഫെലിസ്ത്യരെ ഇവൻ കൊല്ലുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. കഴുതയുടെ താടിയെല്ലുകൊണ്ട് കുന്ന് രണ്ട്. കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ ഞാൻ സംഹരിച്ചു എന്ന് ശിംശോൻ പറയുകയാണ്. പലപ്പോഴും ഇങ്ങനെയാ. കാര്യസാധ്യത്തിന് വേണ്ടിയൊക്കെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളതല്ല. പരിശുദ്ധാത്മാവ് ഒരു ദൈവത്തിൻ്റെ പൈതൽ അവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ, യേശു കർത്താവിനെ യജമാനും രക്ഷകനുമായിട്ട് സ്വീകരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ മേൽ വരുമ്പോൾ 24 മണിക്കൂറും ഒരു വ്യക്തിയെ ഉപയോഗിക്കുകയാണ്. അല്ലാതെ ഒരു ആരാധനയിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ചില ഫലങ്ങൾ കാണിക്കുന്ന അവസ്ഥ മാത്രമല്ല 24 മണിക്കൂറും അവനെ നിയന്ത്രിക്കുകയാണ്. അവനെ യാത്ര ചെയ്യുമ്പോൾ അവൻ്റെ നോട്ടത്തിൽ അവനെ നിയന്ത്രിക്കുന്നു, അവൻ്റെ സംസാരത്തിൽ, അവൻ്റെ പ്രവൃത്തികളിലെല്ലാം അവനെ നിയന്ത്രിക്കുകയാണ്. നല്ല ആലോചനകൾ നൽകുന്നു, നല്ല വഴികാട്ടിയായി അവനെ നടത്തുന്നു. അവനെ വേദനിപ്പിച്ചിരിക്കുമ്പോൾ അവനെ ആശ്വാസപ്രദനായിട്ട് അവനെ നടത്തുന്നു. എല്ലാ വിധത്തിലും നടത്തുന്നു. അവൻ ഉറങ്ങുമ്പോഴും പരിശുദ്ധാത്മാവായ ദൈവം അവനെ നടത്തുന്നതായിട്ട് കാണാൻ കഴിയുന്നു. എന്നാൽ ഇത് വിട്ടുപോകുന്നത് എപ്പോഴാ? പാപം ചെയ്യുമ്പോൾ അവനെ വിട്ടുപോകുന്നു. ശൗലിൻ്റെ മേൽ ഈ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. അവൻ പാപം ചെയ്തപ്പോൾ അവനെ വിട്ടുപോയി എന്ന് 51-ാം സങ്കീർത്തനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ദാവീദ് നിലവിളിക്കുകയാണ്, കർത്താവേ, രക്ഷയുടെ സന്തോഷം എന്നിൽ തിരികെ എടുക്കരുതേ, മനസ്സരുക്കൾ ആത്മാവിനാൽ എന്നെ താങ്ങണമേ എന്ന് ദാവീദ് അവിടെ കരയുന്നതായിട്ട് കാണാൻ കഴിയുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഓർക്കുക, ഇവിടെ ശിംശോൻ അവൻ ജഡീക വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോയി. അതുകൊണ്ട് അവൻ പരാജയപ്പെട്ടു എന്ന് കാണാൻ കഴിയുന്നു. രണ്ടാമത്തെ ഭാഗത്ത് വരുമ്പോൾ തൻ്റെ പരാജയത്തെ അവൻ അംഗീകരിക്കുവാൻ അവൻ തയ്യാറായില്ല. 14-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ വീണ്ടും നമുക്കവിടെ കാണാൻ കഴിയുന്ന എന്താ? അവൻ തിമ്നയിലേക്ക് പോയി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവൻ്റെ പരാജയങ്ങളെ അവൻ ദൈവസന്നിധിയിൽ അവൻ സമ്മതിച്ച് അവൻ ഏറ്റുപറഞ്ഞ് ആ ദൈവകൃപയിൽ വൻകാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം അവൻ എന്ത് ചെയ്യുകയാണ്? വീണ്ടും ജഡീക വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അവൻ പലതരത്തിലുള്ള പാപത്തിൽ അവൻ സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. മാത്രമല്ല അവൻ കടങ്കഥകളിട്ട് അവൻ സന്തോഷിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അവൻ്റെ പരാജയത്തെ സമ്മതിക്കുന്നതിന് പകരം അവൻ പ്രതികാരം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇതൊക്കെയായിരുന്നു അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പരാജയത്തിന് കാരണമായി തീർന്നത്. അവൻ 1 അല്ല 2 അല്ല 3 അല്ല, അവൻ പലവട്ടം അവൻ അരുതാത്ത വഴികളിൽ, അരുതാത്ത ബന്ധങ്ങളിൽ അവനായി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? ദലീലയുമായുള്ള ബന്ധത്തിൽ വരുമ്പോൾ
അവൻ്റെ പരാജയം ഉറപ്പാക്കുകയാണ്. അവിടെ കാണാൻ കഴിയുന്നത്, ഒന്നാമത് കാണാനായിട്ട് കഴിയുന്നത് എന്താ സംഭവിക്കുന്നത്? ഇവനെ വശീകരിക്കുകയാണ്. വശീകരിച്ച് പറയുമ്പോൾ അവൻ്റെ തലമുടി നൂൽപ്പാലത്തിൽ വെച്ച് നെയ്താൽ അവൻ്റെ ശക്തി പോകുമെന്ന്. അങ്ങനെ പറയുമ്പോഴും അതിൽ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നില്ല. രണ്ടാമത് മറ്റൊരു കാര്യം ഇവിടെ പറയുകയാണ്. പക്ഷെ അവിടെയും അവൻ അവിടെ ചതിച്ചു. എന്ത് സംഭവിക്കുന്നു? മൂന്നാമത് പറയാണ്, മൂന്നാമത് അവൻ്റെ ഉള്ളമെല്ലാം സമയമായപ്പോൾ അവൻ്റെ ഉള്ളമെല്ലാം ഈ ദലീലയോട് അവൻ തുറന്ന് സമ്മതിക്കുകയാണ്. ദലീലയോട് പറയുകയാണ്. ദലീലയോട് എന്താ പറയുന്നത്? ഞാൻ ദൈവത്തിൻ്റെ നാസിർ വ്രതക്കാരനാണ്. എൻ്റെ തലയിൽ ഇന്ന് വരെ ക്ഷൗരക്കത്തി തൊട്ടിട്ടില്ല. ക്ഷൗരക്കത്തി തൊട്ടാൽ എൻ്റെ ശക്തിയെല്ലാം പോകുമെന്ന് പറയുകയാണ്. ദൈവശക്തിയിൽ ആശ്രയിച്ച് ജയകരമായി പോകേണ്ട ശിംശോൻ അവൻ ജഡീക ഉല്ലാസങ്ങളിൽ വീണ് അവൻ പരാജയപ്പെടുകയാണ്. അവൻ്റെ ഉള്ളം എന്ത് ചെയ്യുകയാണ്? അവളോട് പറഞ്ഞതുകൊണ്ട് അവൾ പെലിസ്ത്യരെ വിളിക്കുകയാണ്. പെലിസ്ത്യരെ വിളിച്ചു. എന്താ സംഭവിക്കുന്നത്? അവൻ്റെ തലമുടിയെല്ലാം മാറ്റുമ്പോൾ അവൻ്റെ ശക്തി കെട്ടുപോവുകയാണ്. പെലിസ്ത്യരെന്ത് ചെയ്തു? അവനെ കൊണ്ടുവന്ന് അവൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു എന്ന് കാണാൻ കഴിയുന്നു. കണ്ണ് കുത്തിപ്പൊട്ടിച്ച് അവനെ ഗസയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവനെ കൊണ്ടുപോയി കാരാഗൃഹത്തിൽ അവൻ മാവ് പൊടിക്കുന്നവനായിട്ട് തീരുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റുള്ളവരുടെ പ്രബോധനങ്ങൾ ചെവിക്കൊണ്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. 14-ാം അധ്യായം 3-ാം വാക്യം, അവൻ്റെ അപ്പനും അമ്മയും അവനോട്, അഗ്രചർമ്മികളായ ഫിലിസ്ത്യരിൽ നിന്ന് നീ ഒരു ഭാര്യയെ എടുക്കുവാൻ പോകേണ്ടതിന് നിന്റെ സഹോദരന്മാരുടെ കന്യകമാരുടെ നമ്മുടെ സകല ജനത്തിന്റെ യാതൊരുത്തി ഇല്ലയോ എന്ന് ചോദിക്കുകയാണ്. ശിംശോൻ തൻ്റെ അപ്പനോട്, അവളെ എനിക്ക് എടുക്കണം, അവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന കാണാൻ കഴിയുന്നു. അവൻ പാരൻസിന്റെ പ്രബോധനം അവൻ കേട്ടില്ല. മറ്റുള്ളവരുടെ പ്രബോധനങ്ങൾ അവൻ എന്ത് ചെയ്തില്ല? അനുസരിച്ചില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. സദൃശവാക്യത്തിലേക്ക് വരുമ്പോൾ, സദൃശവാക്യങ്ങളുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇപ്രകാരം ഒരു വാക്യം കാണുവാനായിട്ട് കഴിയുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. അവൻ ഭോഷത്വകരമായത് ചെയ്യാണ്. അവൻ ഈ ശിംശോൻ ദൈവഭക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് പകരം അവൻ ഭോഷത്വത്തിൽ അവൻ വീഴുകയാണ്. ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ, അവ നിന്റെ ശിരസിന് അലങ്കാരമായും നിന്റെ കഴുത്തിന് സരപ്പളിയും ആയിരിക്കും. മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ നീ വഴിവിട്ട് പോകരുതെന്നാണ് 10-ാം വാക്യം പറയുന്നത്. മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ നീ ആ വഴിക്ക് പോകരുത് എന്നാണ്. ഇവൻ മറ്റുള്ള പ്രബോധനം കേട്ടില്ല. 14-12 വായിക്കുമ്പോൾ, ഒരു വഴി ഒരു മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. എന്നാൽ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, പ്രബോധനം അനുസരിക്കുക. മാതാപിതാക്കൾ കാണപ്പെടുന്ന ദൈവമാണ്. അവർ പറയുന്നത് അനുസരിക്കുക. ദൈവഹിതപ്രകാരം ജീവൻ നയിക്കുക. ഹല്ലേലൂയ. മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ ആ വഴിക്ക് പോകരുത്. ഒരു വഴി ഒരു മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. ഇന്ന് ഈ സമയത്തൊന്ന് ഓർക്കുക, നീ ഏതെങ്കിലും ജഡീക ഉല്ലാസങ്ങളിലായിരിക്കുന്നുവോ? നീ ഏതെങ്കിലും മറ്റാരും കാണില്ലായി കരുതി ജഡീക പാപങ്ങളിലായിരിക്കുന്നുവോ? മദ്യം നിന്നെ നിയന്ത്രിക്കുന്നുണ്ടോ? മറ്റെന്തെങ്കിലും ലഹരി നിന്നെ നിയന്ത്രിക്കുന്നുണ്ടോ? ഇന്ന് ഈ സമയം ഒന്ന് ശാന്തമായിട്ട് ചിന്തിക്കുക. അത് നിന്നെ സർപ്പം പോലെ കൊത്തും, അത് നിന്നെ നശിപ്പിക്കും. ഹല്ലേലൂയ. ശിംശോന്റെ ജീവിതത്തിലെല്ലാം പരാജയപ്പെടുകയാണ്. മാതാപിതാക്കൾ കാണപ്പെടുന്ന ദൈവമാണ്. അവരെ അംഗീകരിക്കുവാൻ കഴിയണം. അവർ പറയുന്നത് അനുസരിക്കുവാനായിട്ട് കഴിയണം. ഹല്ലേലൂയ. ദൈവഭക്തിക്ക് 1-ാം സ്ഥാനം കൊടുക്കണം. ദൈവഭക്തിക്ക് 1-ാം സ്ഥാനം കൊടുക്കാതെ ലോകപ്രിയരായി ദൈവഹിതമില്ലാതെ ജീവിച്ചാൽ അതിനൊരു പ്രതിഫലം ഉണ്ടാകും എന്നുള്ള കാര്യം ഓർക്കുക. ഒടുവിലായിട്ട് നാം ചിന്തിക്കുമ്പോൾ, ഹല്ലേലൂയ, അവൻ ദൈവിക അതിരുകളെല്ലാം ലംഘിച്ചു എന്ന് കാണാൻ കഴിയുന്നു. ദൈവികമായ അതിരുകളെല്ലാം അവൻ ലംഘിച്ചു. ശിംശോൻ എന്ത് ചെയ്യാണ്? ദൈവികമായ അതിരുകളെല്ലാം ലംഘിച്ചു. സങ്കീർത്തനം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ദുഷ്ടന്മാരുടെ പ്രകാരം നടക്കരുത്, പാവികളുടെ വഴി നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്, മറിച്ച് ചെയ്യേണ്ടത് യഹോവയുടെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കണം. അവൻ ദൈവഹിതപ്രകാരം ജീവിച്ചിരുന്നെങ്കിൽ ബൈബിൾ ചരിത്രത്തിലെ ഒരു പ്രഥമ വ്യക്തിയായി ശിംശോൻ മാറുമായിരുന്നു. അവൻ എന്ത് ചെയ്തു? അവൻ ദൈവശക്തിയിൽ ആശ്രയിക്കുന്നതിന് പകരം
അവൻ്റെ കഴിവുകളിൽ അവൻ ആശ്രയിച്ചു, അവൻ്റെ ശക്തിയിൽ ആശ്രയിച്ചു. അവനെന്തോ കഴിവുണ്ടെന്ന് അവൻ കരുതി. ഹല്ലേലൂയ. പലപ്പോഴും നാം ചെയ്യുന്ന അങ്ങനെയാ. ശൗൽ രാജാവെന്ന ഒരു മനുഷ്യനെ നമുക്ക് 1 ശമൂവേലിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ശൗൽ രാജാവ്, ഇസ്രായേലിൻ്റെ 1ാമത്തെ രാജാവ്. അവനെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവം അവനെ തിരഞ്ഞെടുത്തതാ. നീ എൻ്റെ വഴിയിൽ നടന്നാൽ ഞാൻ നിന്നെ നടത്തും, നീ ഒരു അനുഗ്രഹമായി, എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ ഞാൻ നിന്നെ മാനിക്കും. പക്ഷെ അവൻ എന്ത് ചെയ്തു? ഇവൻ്റെ കഴിവിൽ ആശ്രയിച്ചു. യാഗം നടത്തേണ്ടത് പ്രവാചകൻ, പുരോഹിതന്മാരാണ്. എന്നാൽ അവൻ അതൊക്കെ അത് ചെയ്തു. മോഷ്ടിച്ച് അവൻ യുദ്ധത്തിൽ അവൻ പിടിച്ചോണ്ട് വന്നതിനെ എന്ത് ചെയ്തു? ദൈവത്തിന് യാഗം എന്ന് പറഞ്ഞ് യാഗത്തിന് വേണ്ടി ഇവൻ മാറ്റി. മോഷ്ടിച്ചതിനെ അവൻ യാഗം നടത്തി. ശമൂവേൽ പ്രവാചകനോട് ധിക്കാരമായിട്ട് അവൻ പെരുമാറി. അവൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ചു. ദൈവഹിതമല്ലാത്ത പല കാര്യങ്ങളും ചെയ്തു. അതുകൊണ്ട് എന്ത് ചെയ്തു? ശൗലിനെ മാറ്റിക്കളഞ്ഞു. എന്നിട്ട് അതിന് പകരമായി ദൈവം ദാവീദിനെ തിരഞ്ഞെടുക്കുന്നത് കാണാൻ കഴിയുന്നു. ദൈവഹിതപ്രകാരം ഒരു രാജാവായി നമുക്ക് ദാവീദിനെ കാണാൻ കഴിയും. ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ, നീ ദൈവഹിതപ്രകാരമല്ലാതെ ജീവിക്കുകയാണോ? ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുകയാണോ? ജാതികളുമായി ഇണയില്ലാപ്പിണ കൂടി ജീവിക്കുകയാണോ? ദൈവഹിതമല്ലാത്ത വഴികളിൽ ജീവിക്കുകയാണോ? എന്നാൽ പരാജയപ്പെടുന്നുള്ള കാര്യം ഓർക്കുക. ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കുക, ദൈവത്തിൻ്റെ ഹിതമായി ജീവിക്കുക. നമ്മുടെ യേശു കർത്താവ് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അവനെപ്പോലെ പറയുവാൻ നമുക്ക് ആരുമില്ല. യേശുവിനെ പോലെ പറയുവാൻ ഒരു ദൈവമില്ല. യേശുവിൻ്റെ വഴി വിട്ടാൽ എല്ലാം പരാജയമായി തീരും എന്നുള്ള കാര്യം ഓർക്കുക. ശിംശോൻ എല്ലാം വിട്ടു. എന്ത് സംഭവിച്ചു? യവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിക്കുന്നവനായി തീരുകയാണ്. യവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിക്കുന്നവനായി തീരുകയാണ്. അവിടെ ഒരു ഉത്സവം നടക്കുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ഇതാ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ പറയുകയാണ്, നമ്മുടെ വൈരിയായ ശിംശോനെ തടവിൽ നിന്ന് കൊണ്ടുവരുവീൻ എന്ന് പറയുകയാണ്. കൊണ്ടുവരികയാണ്. അവരുടെ കൂടെ ആടുകയാണ്, പാടുകയാണ്. കണ്ണ് കണ്ടുകൂടാത്തവനെ, കണ്ണ് പൊട്ടിച്ച് അവൻ കുരുടനായി കഴിയുന്നവനെ അവൻ ആടുകയാണ്, പാടുകയാണ്. നീ ദൈവത്തിൻ്റെ വഴി വിട്ടു പോയാൽ മറ്റുള്ളവരുടെ കയ്യിലെ പാവയായിത്തീരും. ഹല്ലേലൂയ. ശിംശോനെ പോലെ പാവയായിത്തീരും. ശിംശോൻ ഇതാ പൊട്ടം കളി നടത്തുകയാണ്. കണ്ണ് കണ്ടുകൂടാത്തവനായിട്ട് അവൻ കുരുടനായിട്ട് അവൻ ആടുകയും പാടുകയും ചെയ്യുകയാണ്. പക്ഷേ എങ്കിലും അവൻ ഒടുവിൽ ഒരു പ്രാർത്ഥന അവൻ ചെയ്യുകയാണ്. ഈ ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യുവാൻ, ദൈവമേ എനിക്ക് നീ ഒരവസരം കൂടെ തരണമേ, എനിക്ക് നീ ഒരവസരം കൂടെ തരണമേ എന്ന് പറയുകയാണ്. അവൻ എന്ത് ചെയ്യാണ്? ആ ക്ഷേത്രം നിൽക്കുന്ന 2 തൂണുകളും എത്തിപ്പിടിക്കുകയാണ്. എത്തിപ്പിടിച്ചുകൊണ്ട് യവൻ അതിനെ കുലുങ്ങി അതിനെ തള്ളിയിടുന്നതായിട്ട് കാണാൻ കഴിയുന്നു. യവൻ എന്ത് ചെയ്ത്? യവൻ ആരോഗ്യത്തോടെ ഇരുന്നപ്പോൾ ചെയ്തതിൽ ഇരട്ടിയിലധികം ജനത്തെ യവൻ്റെ മരണസമയം യവൻ കൊന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. യവൻ അതോടൊപ്പം അവിടെ മരിച്ചു. അതോടെ അവൻ പരാജയപ്പെടുന്ന ഒരു ശിംശോനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, ഈ സമയം ശാന്തമായിട്ട് നീ ഓർക്കുക. ഹല്ലേലൂയ. ജഡീക ഉല്ലാസങ്ങളിലും ജഡീക പാവം കടിയപ്പെട്ട് അതിൽ സന്തോഷിച്ച് അതാണ് ജീവിതമെന്ന് നീ കരുതുകയാണോ? തീർച്ചയായും അതിനൊരു പ്രതിഫലമുണ്ട്. കെടാത്ത തീയിൽ നീ വീഴും. നീ കെടാത്ത തീയിൽ വീഴും. ആയതുകൊണ്ട് ഈ മനുഷ്യ ജീവിതം അതിൻ്റെ വില നമ്മൾ അറിയണം. ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവഹിതപ്രകാരം ജീവിക്കാനാണ്, ദൈവത്തിൻ്റെ വഴികളിൽ ജീവിക്കാനാണ്, ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കാനാണ്. അതിന് നിന്നെ തന്നെ സമർപ്പിക്കുക. യേശുവേ, ഞാൻ തെറ്റിപ്പോയി, ഞാൻ പാപത്തിൽ വീണുപോയി. എൻ്റെ രഹസ്യ ജീവിതത്തിൽ പാപമുണ്ട്, എൻ്റെ പരസ്യ ജീവിതത്തിൽ പാപമുണ്ട്, എൻ്റെ കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വീണിരിക്കുന്നു. ഞാൻ ഇതൊക്കെ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ആ പാപത്തിൽ ഞാൻ വീഴുകയില്ല. ഞാൻ ദൈവത്തിൻ്റെ മകളായി ഞാൻ ജീവിക്കും, ദൈവത്തിൻ്റെ മകനായി ഞാൻ ജീവിക്കും. യൗവനക്കാരാ, കുഞ്ഞുങ്ങളെ നീ ഓർക്കുക, ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ നീ പാപത്തിലായിരിക്കുന്നുവോ? മൊബൈൽ ഫോൺ നിന്നെ നിയന്ത്രിക്കുന്നുണ്ടോ? നീ യൂട്യൂബിൽ കയറി അരുതാത്ത വഴികളിലൊക്കെ അരുതാത്തതൊക്കെ കണ്ടും കേട്ടും നീ രസിക്കുകയാണോ? ഇതിനൊക്കെ നീ കണക്ക് കൊടുക്കേണ്ടി വരും. കെടാത്ത തീയിൽ വീഴും. ആയതുകൊണ്ട് നിൻ്റെ ഹൃദയം നീ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക. യേശുവിനായിട്ട് നിൻ്റെ ഹൃദയം സമർപ്പിക്കുക. യേശുവിന് വേണ്ടി നിൻ്റെ ഹൃദയം സമർപ്പിക്കുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരു പാട്ടുകാരൻ പാടുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാം. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകില്ല, പാപത്തെ സ്നേഹിക്കാൻ ഞാനിനി പോകില്ല, ദൈവത്തിൻ പൈതലായി
ജീവിക്കും ഞാനിനി, ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നിൻ്റെ പാവത്തെ ഏറ്റു പറഞ്ഞ് നീ ഒരു തീരുമാനമെടുക്കുക. എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ലാതിരിക്കുന്നുവോ, രോഗത്താൽ ആയിരിക്കുന്നുവോ, യേശുവിനോട് പ്രാർത്ഥിക്കുക. യേശു സൗഖ്യം തരും. പരിശുദ്ധ പിതാവേ, ഈ മനോഹരമായ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം നല്ല ഉദ്ദേശത്തോടെ ദൈവഹിതപ്രകാരം, ദൈവത്തിൻ്റെ വാഗ്ദത്തപ്രകാരം ഒരു കുടുംബത്തെ തിരഞ്ഞെടുത്തു. അതിൽ നിന്നൊരു ശിംശോനെ ദൈവം തന്നു. എന്നാൽ അവൻ ദൈവത്തിൻ്റെ വഴി വിട്ടു. അവൻ ജഡീക വികാരങ്ങൾ കടിയപ്പെട്ടു. ഹല്ലേലൂയ. അവൻ ദൈവസ്ഥനിൽ ഏറ്റു പറഞ്ഞ് അനുദപിച്ച് വീണ്ടും മടങ്ങി വരുന്നതിന് പകരം അവൻ കൂടുതൽ തിന്മകൾ ചെയ്തവൻ സന്തോഷിച്ചു. അവൻ പരാക്രമങ്ങൾ ചെയ്തു. അവൻ അതിൽ സംതൃപ്തി കണ്ടെത്തി. കർത്താവേ, ഞങ്ങൾ പലപ്പോഴും അതാണ്, പ്രതികാര ബുദ്ധിയോടെ ഞങ്ങൾ കടന്നു പോകുന്നു. ദൈവസ്ഥനിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് പകരം പ്രതികാരത്തോടെ കടന്നു പോകുന്നു. ഹല്ലേലൂയ. ക്രിസ്ത്യാനി എന്നുള്ള പേരുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ വഴിവിട്ട് ഇന്ന് പല പാപത്തിൻ്റെ വഴികളിൽ മാത്രമാണ്. യേശുവിലൂടെ മാത്രമേ സ്വർഗമുള്ളൂ എന്നുള്ള വസ്തുത ഇന്ന് മറന്നു കളഞ്ഞിരിക്കുന്നു. യേശുവിലൂടെ മാത്രമേ പാപമോചനമുള്ളൂ എന്നുള്ള വസ്തുത മറന്നു കളഞ്ഞിരിക്കുന്നു. യേശുവിലൂടെ മാത്രമേ സമാധാനവും സന്തോഷവും രോഗസൗഖ്യമുള്ളൂ എന്ന കാര്യം ഓർക്കുന്നില്ല. ഇന്ന് പണങ്ങളെ മറിച്ച് ഡോക്ടർമാരുടെ അടുക്കിലേക്ക് ഇങ്ങനെ ഓടുകയാണ്, ആശുപത്രികളിലേക്ക് പോവുകയാണ്. കർത്താവെ, ഞങ്ങളുടെ കുറവുകൾ ഓർക്കണമേ. ഇന്നു മുതൽ നിൻ്റെ പൈതലായി, നിൻ്റെ മകനായി, നിൻ്റെ മകളായി ജീവിക്കാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ചിന്തകളിലും സംസാരത്തിലും പ്രവൃത്തിയിലും എല്ലാം വന്ന പാവത്തെ അവിടെ നിന്ന് ക്ഷമിക്കണമേ. ഞാൻ ഇന്നു മുതൽ നിനക്ക് വേണ്ടി ജീവിക്കും. അതിന് നീ എന്നെ ഒരുക്കണമേ. നിൻ്റെ പൈതലായി ഞാൻ ജീവിക്കും, നിനക്കായിട്ട് മാത്രം ജീവിക്കും. അതിന് നീ പരിശുദ്ധമായ ദൈവം എന്നെ ഒരുക്കണമേ. എൻ്റെ ജീവിതത്തിലെ എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കണമേ. ക്യാൻസർ രോഗത്തെ സൗഖ്യമാക്കണമേ. ഹാർട്ടിൻ്റെ രോഗത്തെ ഈ സമയം സൗഖ്യമാക്കണമേ. ബാക്ക് പെയിനെ ഈ സമയം സൗഖ്യമാക്കണമേ. ആസ്മ അലർജി രോഗികളെ ഇപ്പം തന്നെ കർത്താവ് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണപ്പാ. പലതര ലഹരിക്ക് അടിമപ്പെട്ട യൗവനക്കാരെ ദൈവം അതിരുന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരത്തോടെ കഴിയുന്നവരെ ദൈവം അതിരുന്ന് വിടുവിക്കണപ്പാ. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനം കൊടുക്കണമേ. തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കൊടുക്കണമേ. സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ദൈവം അത് കൊടുക്കണമേ. നല്ല കുടുംബജീവിതങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം അത് കൊടുക്കണമേ. ഈ മഹാമാരിയിൽ നിന്ന് ദൈവം ഞങ്ങളെ പൂർണ്ണമായിട്ട് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഈ സന്ദേശം ശ്രവിച്ച എല്ലാവരോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. എൻ്റെ പേര് റവറൻഡ് സി ഗിൽബർട്ട്. നെടുമങ്ങാടാണ് താമസം. നെടുമങ്ങാട് സഭാ സംഘടന വ്യത്യാസമില്ലാതെ UCM, യുണൈറ്റഡ് ക്രിസ്ത്യൻ മിനിസ്ട്രി എന്ന പേരിൽ 22 സഹോദരങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് വ്യത്യസ്തമായ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അതിൽ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് വിവിധ തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ. അതോടൊപ്പം 16 മിഷൻ സെൻ്ററുകൾ ഞങ്ങൾക്കുണ്ട്. പഞ്ചാബിലും ഹരിയാനയിലും മറ്റുള്ളവയെല്ലാം തമിഴ്നാട്ടിലാണ്. ഈ മിഷൻ വേലയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കും ഇതിലൊരു പങ്കാളിയാകാം. മിഷൻ വേലയ്ക്ക് വേണ്ടി വരുവാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ നിങ്ങളെ ഒരു മിഷണറിയായിട്ട് അയക്കുന്നതിന് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളതിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. 24 മണിക്കൂറും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന UCM ചെയിൻ പ്രയറുണ്ട്. നിങ്ങളുടെ വിഷയം ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.